ഹലോ എവ്രി വൺ, മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഒരു PYQ സെഷനാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് നമ്മൾ അനാറ്റമിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഒരു പ്രമുഖ പങ്കുണ്ട് അല്ലേ. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെയും അതിലെ ഓപ്ഷനിലൂടെയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഏത് സിലബസിൽ തന്നെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നും നമ്മുടെ പഠിത്തം ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്മാർട്ട് സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡേറ്റ് ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. എല്ലാവരും പഠിത്തത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോ ഏരിയയിലെയും ഇമ്പോർട്ടൻറ്റ് PYQs, കാരണം ഇപ്പം നമ്മൾ അനാറ്റമിയൊക്കെ കുറേ സിസ്റ്റംസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ മുന്നേ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും പഠിക്കാനുള്ള ഏരിയാസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഏരിയാസ് ഒക്കെ കൂടുതൽ നോക്കാനും ഒക്കെ അതുകൊണ്ട് നമ്മുടെ പഠിത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടാതെ നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും നമ്മൾ അതിൽ നിന്നുള്ള മാക്സിമം MCQs ചെയ്യണം അല്ലേ. നമുക്കറിയാം PSC അടിമുടി മാറി, അപ്പം നമ്മുടെ പഠിത്തവും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഏതൊരു ടോപ്പിക്കായാലും നമ്മൾ സ്വയമായിട്ട് MCQs ഉണ്ടാക്കിയും അല്ലാതെ MCQs കളക്ട് ചെയ്തും പഠിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഭാഗം അത്രയും തറോ ആവാനും നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് അതിൽ നിന്നും മിസ്സാവത്തില്ല. അപ്പം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് വിത്ത് MCQs ഒക്കെ റെഫർ ചെയ്തും MCQs സ്വയം ഉണ്ടാക്കിയും മാക്സിമം MCQs റെഫർ ചെയ്തും മുന്നത്തെ PYQയിൽ ഈ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കിയൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അനാറ്റമിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ അനാറ്റമിയിലെ അടുത്ത PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്ലാസ്സുകൾ നമുക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. First question, the temporary structure that provides oxygenation to fetus and remove waste products from fetus which is direct in contact with the endometrium of uterus. Question മനസ്സിലായോ? അപ്പോൾ നമ്മുടെ യൂട്രസിലെ എൻഡോമെട്രിയം ആയിട്ട് കോണ്ടാക്റ്റിലുള്ളതും ഏതോ ഒരു സ്ട്രക്ചറാണ്, ഒരു ടെമ്പററി. ആദ്യത്തെ പോയിന്റ് എന്താ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ എന്താണ്, ഓക്സിജൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫീറ്റസിന് അല്ലേ. ഓക്സിജൻ ഫീറ്റസിന് കൊടുക്കുകയും ഫീറ്റസിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് സ്ട്രക്ചർ ആയിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. പ്ലാസൻ്റയാണോ, ഫലോപ്പിയൻ ട്യൂബ് ആണോ, പിന്നെ അംബിലിക്കൽ കോഡാണോ, ആംനിയോട്ടിക് സാക്ക് ആണോ? നമ്മുടെ ഫീറ്റസ് ഉണ്ടാകുന്ന ഒരു സാക്കാണ് അല്ലേ ഈ ആംനിയോട്ടിക് സാക്ക്. ഈ ആംനിയോട്ടിക് സാക്കിനെ അംബിലിക്കൽ കോഡ് വഴിയാണ് പ്ലാസൻ്റയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ പ്ലാസൻ്റയിൽ നിന്ന് അമ്മയിൽ നിന്ന് കുട്ടിക്ക് ന്യൂട്രിയൻസ് കൊടുക്കുകയും ഇവിടെ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുകയൊക്കെ പ്ലാസൻ്റയുടെ ഫംഗ്ഷനാണ്, അറിയാമല്ലോ. പിന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് എന്തായിരുന്നു? ഫലോപ്പിയൻ ട്യൂബ് നമ്മൾ ഓവറി പറഞ്ഞു, ഓവറി കഴിഞ്ഞ് 2 ഓവറി ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബ് അല്ലേ. പിന്നെ യൂട്രസ് വരുന്നു, സെർവിക്സ് വരുന്നു, വെജൈന വരുന്നു. അപ്പോൾ 2 ഓവറീസ് ഉണ്ട്. ഓവറിയെ കണക്ട് ചെയ്യുന്ന 2 ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രത്യേകത നമ്മൾ എന്തായിരുന്നു ഒന്ന് പഠിച്ചത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംപുല്ലയിൽ വെച്ചാണ് ഈ ഫലോപ്പിയൻ ട്യൂബിൽ കുറച്ച് പാർട്ടുണ്ട്. ഫലോപ്പിയൻ ട്യൂബിൽ ആദ്യം ഫിംബ്രിയ, ഇൻഫണ്ടിബുലം, അങ്ങനെ കുറച്ച് പാർട്സ് ഉണ്ട്. അപ്പോൾ ഈ ആംപുല്ല എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എവിടെ വെച്ചാണ്? ആംപുല്ല എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫിംബ്രിയ ഉണ്ട്, ഇൻഫണ്ടിബുലം ഉണ്ട്, ആംപുല്ല ഉണ്ട്. അപ്പോൾ ആംപുല്ലയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കാം? ഒരു ടെമ്പററി സ്ട്രക്ചർ ഉണ്ടായതും ഫീറ്റസിന് ന്യൂട്രിയൻസ് കൊടുക്കുകയും ഫീറ്റസിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതായിരിക്കാം ആൻസർ? പ്ലാസൻ്റ ആണോ, ഫെലോപ്പിയൻ ട്യൂബ് ആണോ, അംബിലിക്കൽ കോഡ് ആണോ, ആംനിയോട്ടിക് സാക്ക് ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണോ അല്ലേ? ആൻസർ ഏതാണ്? യെസ്, പ്ലാസൻ്റ ആണ്. അപ്പോൾ പ്ലാസൻ്റയാണ് ഒരു ടെമ്പററി സ്ട്രക്ചർ നമ്മുടെ ഫീറ്റസിന് ഓക്സിജനേഷനും ന്യൂട്രിയൻസും കൊടുക്കുകയും ഫീറ്റസിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മുടെ പ്ലാസൻ്റ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ വെയർ ഇൻ്റർചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ് ഇൻ ലങ്സ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചിരുന്നു അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു എവിടെ വെച്ചാണ് എക്സ്ചേഞ്ച് നടക്കുക എന്ന്. നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? എക്സ്ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്?
എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ എവിടെ വെച്ചാ എക്സ്ചേഞ്ച് നടക്കുക? യെസ്, ഇറ്റ് ഈസ് ആൽവിയോളൈ അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ദ ഏരിയ വെയർ ദ ഇന്റർചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ഇൻ ലങ്സ്. എവിടെ വെച്ചാണ് ഗ്യാസസിന്റെ ഇന്റർചേഞ്ച് നടക്കുന്നത്, അതായത് എക്സ്ചേഞ്ച് നടക്കുന്നത്? എ വെസ്റ്റിബ്യൂൾ ആണോ, ബി ഇൻഫണ്ടിബുലം ആണോ, സി കാപ്പിലറി നെറ്റ്വർക്ക് ഓഫ് ആൽവിയോള ആണോ, ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആണോ? എവിടെ വെച്ചാണ്? അതെ, ആൽവിയോളയാണ് അല്ലേ. ആൻസർ എന്താണ്? കാപ്പിലറി നെറ്റ്വർക്ക് ഓഫ് ആൽവിയോളൈ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പഠിച്ചു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ക്ലിനിക്കലി നമ്മൾ അപ്പറും ലോവറുമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലേ. നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ ഒക്കെ വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രോങ്കൈ ആവും. ബ്രോങ്കൈ ആയി കഴിഞ്ഞാൽ ബ്രോങ്കിയോൾസ് ആവും. ബ്രോങ്കിയോൾസ് പിന്നെ എൻഡ് ചെയ്യുന്നത് ആൽവിയോളയിലാണ്. പിന്നെ ഈ ബ്രോങ്കൈ ആവുമ്പോൾ തന്നെ നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിലോട്ട് റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും ഉണ്ട് ആണല്ലോ. അപ്പോൾ ഈ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് ഈ ടെർമിനൽ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് ആൽവിയോളൈ ഉണ്ട് അല്ലേ. ഇങ്ങനെ ബഞ്ച് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ ആൽവിയോളയിൽ വെച്ചാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ. ആൽവിയോളയിൽ നിന്ന് ഗ്യാസസ് എവിടോട്ട് പോകും? ബ്ലഡിലോട്ട് പോകും. ആദ്യത്തെ എക്സ്ചേഞ്ച് ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ടും രണ്ടാമത് ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലോട്ടും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിച്ചതായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഡിഫ്യൂഷനാണ് നടക്കുന്നത്. ഡിഫ്യൂഷൻ വഴി ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നു അല്ലേ. നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുകയും ചെയ്യുന്നു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് ആയിട്ട് വിടുകയും ഓക്സിജന് എവിടോട്ട് കൊടുക്കും? ആദ്യം ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ട് പോകും. ബ്ലഡിൽ നിന്ന് പിന്നെ നേരെ ടിഷ്യൂസിലോട്ട് പോകും ആണല്ലോ. അങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന സംഭവം എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ഓഫ് ഗ്യാസസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ആൽവിയോളയിൽ വെച്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദ ഏരിയ വെയർ ഇന്റർചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ഇൻ ലങ്സ്. ആൻസർ എന്താണ്? കാപ്പിലറി നെറ്റ്വർക്ക് ഓഫ് ആൽവിയോളൈ. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Bone forming cells that secrete collagen and other constituents of bone tissue. ഓക്കെ, ഏത് ബോൺ ഫോമിംഗ് സെൽസ് ആണ് കൊളാജനും വേറെ ബോൺ ടിഷ്യൂയുടെ കോൺസ്റ്റുവൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ, കോൺഡ്രോബ്ലാസ്റ്റ് ആണോ, ഓസ്റ്റിയോക്ലാസ്റ്റ് ആണോ, ഓസ്റ്റിയോസൈറ്റ് ആണോ? Bone forming cells that secrete collagen and other constituents of bone tissue. അതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് നോക്കാം. ഇതെല്ലാം ബോൺ സെൽസ് ആണ്. അതിൽ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നായിട്ട് നോക്കാവേ. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണ്? ബോൺ ഫോമിംഗ് സെൽസ് ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. പിന്നെ എന്താണ്? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂർ ആയിട്ടുള്ള ബോൺ സെല്ലാണ് ഓസ്റ്റിയോസൈറ്റ്. എന്താണ്? മെച്യൂർ ആയിട്ടുള്ള ബോൺ സെല്ലാണ് ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബോൺ ഡിസ്ട്രോയിങ് സെൽസ് ആണ് കേട്ടോ. ബോണിനെ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സെൽസിനെയാണ് ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോക്ലാസ്റ്റ്. ബോൺ ഡിസ്ട്രോയിങ് സെൽസ് ആണ്. ഇനി കോൺഡ്രോബ്ലാസ്റ്റ് ഉണ്ട്. കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺഡ്രോ എന്ന് പറയുന്നത് എന്താ? കൊളാജനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. കൊളാജൻ ഫോമിംഗ് ആയിട്ടുള്ള സെൽസിനെയാണ് കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ബോൺ ഫോമിംഗ് സെൽസ് ദാറ്റ് സെക്രീറ്റ് കൊളാജൻ ആൻഡ് അതർ കോൺസ്റ്റുവൻസ് ഓഫ് ബോൺ ടിഷ്യൂസ്. എ കോൺഡ്രോബ്ലാസ്റ്റ്, ബി ഓസ്റ്റിയോബ്ലാസ്റ്റ്, സി ഓസ്റ്റിയോക്ലാസ്റ്റ് ആൻഡ് ഡി ഓസ്റ്റിയോസൈറ്റ്സ്. ഏതാണ് ബോൺ ഫോമിംഗ് സെൽസ് കൊളാജനും ബാക്കി ബോൺ ടിഷ്യൂയുടെ കോൺസ്റ്റുവൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ബോൺ ഫോമിംഗ് സെൽസ് ഏതാണെന്ന്? ഓപ്ഷൻ കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ട്, ഓസ്റ്റിയോസൈറ്റ് ഉണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ട്, കോൺഡ്രോബ്ലാസ്റ്റ് ഉണ്ട്. ഏതായിരിക്കും? അപ്പോൾ നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് അറിയണം അല്ലേ. ആദ്യം നമുക്ക് ഓസ്റ്റിയോബ്ലാസ്റ്റ് എടുക്കാം. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോമിംഗ് ആണ്. ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിങ് ആണെന്ന് ആലോചിക്കുക. എല്ലാത്തിൻ്റെയും ബ്ലാസ്റ്റ് ബി അല്ലേ ഫസ്റ്റ് വരുന്ന. ബി ഫോമിംഗ് ആണ്. ബ്ലാസ്റ്റ് ഫോർ ഫോമിംഗ്, ക്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയിങ്. അപ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോൺ ഫോമിംഗ് സെൽസ് ആണ്. എല്ലാ ബോണിൻ്റെ സംഭവങ്ങളും എല്ലാ കോൺസ്റ്റുവൻസും ഉണ്ടാക്കുന്ന ബോൺ ഫോമിംഗ് സെൽസ് ബ്ലാസ്റ്റും, ബോൺ ഡിസ്ട്രോയിങ് സെൽസ് അല്ലേ, ബോണിനെ നശിപ്പിക്കുന്ന ബോൺ ഡിസ്ട്രോയിങ് സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് ആലോചിക്കുക. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? ഒരു മെച്യൂർ ബോൺ സെല്ലാണ് ഓസ്റ്റിയോസൈറ്റ്. എന്താവും? സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലാണെന്നറിയാം അല്ലേ. അപ്പോൾ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബോൺ സെല്ലിനെയാണ് നമ്മൾ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ബോൺ സെൽസ് ഓസ്റ്റിയോബ്ലാസ്റ്റും ക്ലാസ്റ്റും ഉണ്ട്. ബ്ലാസ്റ്റ് ഈസ് ബോൺ ഫോമിംഗ് സെൽ ആൻഡ് ക്ലാസ്റ്റ് ആണെങ്കിൽ ബോൺ ഡിസോൾവിങ് ഓർ ഡിസ്ട്രോയിങ് സെൽസ്. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബോൺ സെൽ. ഓക്കെ ആണോ? ഇനി ഒന്നും കൂടെ ഉണ്ടല്ലേ, കോൺഡ്രോബ്ലാസ്റ്റോ. അതെന്താണ്? കോൺഡ്രോബ്ലാസ്റ്റ്. നമുക്ക് ബ്ലാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അറിയാം എന്തോ ഉണ്ടാക്കുന്നതാ, ഫോമിംഗ് ആണെന്ന് മനസ്സിലായി അല്ലേ, ബ്ലാസ്റ്റാ. കോൺഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? കോൺഡ്രോ എന്ന് പറയുന്ന വാക്കിനർത്ഥം കാർട്ടിലേജ് എന്നാണ്. അപ്പം കാർട്ടിലേജ് ഫോമിംഗ് സെല്ലാണ്. ബോണ് പോലെ കാർട്ടിലേജും ഇല്ലേ, അതുപോലെ കാർട്ടിലേജ് ഫോമിംഗ് സെൽസ് ആണ് കോൺഡ്രോബ്ലാസ്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ നോക്കിയേ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ബോൺ ഫോമിംഗ് സെൽസ് ദാറ്റ് സെക്രീറ്റ് കൊളാജൻ ആൻഡ് അതർ കോൺസ്റ്റുവൻസ് ഓഫ് ബോൺ ടിഷ്യൂ. എന്തായിരുന്നു? നമ്മുടെ കൊളാജനും എല്ലാ ബോണിൻ്റെ കോൺസ്റ്റുവൻസും ഉണ്ടാക്കുന്ന ഒരു ബോൺ ഫോമിംഗ് സെൽസ് ഏതാണെന്ന്. ഇതിലേതായിരിക്കും? ബ്ലാസ്റ്റ് ആണോ, ക്ലാസ്റ്റ് ആണോ, സൈറ്റ് ആണോ, കോൺഡ്രോബ്ലാസ്റ്റ് ആണോ? നമ്മളിപ്പം ഇതൊക്കെ നോക്കിയപ്പോൾ ഓപ്ഷൻസ് നോക്കിയപ്പോൾ മനസ്സിലായി കാണും അല്ലേ, ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് അല്ലേ. ആൻസർ എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ഓസ്റ്റിയോസൈറ്റ് എന്തായിരുന്നു? ഒരു മെച്യൂർ ബോൺ സെൽ. ഓസ്റ്റിയോക്ലാസ്റ്റ് ബോണിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സെൽസും. കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് ഫോമിംഗ് സെൽസ്. ഇനി തെറ്റത്തില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ദ മിനറൽ സോൾട്ട് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ ആവശ്യമായത് ഏതാണ്? എ ഫോർ സോഡിയം, ബി പൊട്ടാഷ്യം, സി ഫോസ്ഫറസ്, ഡി കാൽഷ്യം. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് അല്ലേ. നമുക്ക് കുറേ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ നടക്കൂ. ഏതൊക്കെയായിരിക്കും? സോഡിയം ഉണ്ട്, പിന്നെ ക്ലോറിൻ ഉണ്ട്, പിന്നെ കാൽഷ്യം ഉണ്ട്, പിന്നെ പൊട്ടാഷ്യം ഉണ്ട്, പിന്നെ കാൽഷ്യം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം ഒക്കെ ഉണ്ട് അല്ലേ. സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, ക്ലോറിൻ ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോലൈറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ഒപ്റ്റിമം ലെവലുണ്ട് നമ്മുടെ ബോഡിയിൽ. അത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷനിങ്ങിന് ആവശ്യമായതാണ്. നെർവസും സർക്കുലേറ്ററി സിസ്റ്റത്തിന് എല്ലാ സിസ്റ്റവും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആവശ്യമാണ്. അതിൽ തന്നെ ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ ആവശ്യമായതിൽ ഇതിലേതാണ്? സോഡിയം ആണോ, ഫോസ്ഫറസ് ആണോ, പൊട്ടാഷ്യം ആണോ, കാൽഷ്യം ആണോ? ഏതാണ് ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടത്? ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടത് ഏതാണ്? യെസ്, കാൽഷ്യം ആണ് വേണ്ടത്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിന് ആവശ്യമായത് ഏതാണ്? കാൽഷ്യം ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർഡിയോവാസ്കുലാർ സെന്റർ. നമ്മൾ ഓരോ റെസ്പിറേറ്ററി സെൻറ്ററും കാർഡിയോവാസ്കുലാർ സെൻറ്ററൊക്കെ പറഞ്ഞിരുന്നു. എവിടെയാണ്? നമ്മൾ ബ്രെയിൻ നെർവസ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നല്ലോ. എവിടെയാണ് കാർഡിയോവാസ്കുലാർ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കാർഡിയോവാസ്കുലാർ സെൻറ്റർ എവിടെയാണ്? ഓപ്ഷൻ എ പോൺസ്, ബി സെറിബെല്ലം, സി മിഡ് ബ്രെയിൻ, ഡി മെഡുല ഒബ്ലാങ്കേറ്റ. എവിടെയാണ്? യെസ്, മെഡുല ഒബ്ലാങ്കേറ്റയാണ് ആൻസർ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് അല്ലേ. എല്ലാ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും നമ്മുടെ റെസ്പിറേഷൻ, ബ്രീത്തിങ്, നമ്മുടെ കാർഡിയോവാസ്കുലാർ സിസ്റ്റം എല്ലാം നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ റെസ്പിറേറ്ററി സെൻറ്റർ എന്നറിയപ്പെടുന്നതും കാർഡിയോവാസ്കുലാർ സെൻറ്റർ എന്നറിയപ്പെടുന്നതൊക്കെ മെഡുല ഒബ്ലാങ്കേറ്റ തന്നെയാണ് അല്ലേ. നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത് കോർഡിനേഷൻ മൂവ്മെൻറ്റ്സിനൊക്കെ മാത്രമാണ്. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെൻറ്റർ അല്ലേ, എല്ലാത്തിനും എല്ലാ ലോബ്സിൻ്റെ ഒക്കെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് എന്തായിരുന്നു പഠിച്ചത്? അതാണ് റെസ്പിറേറ്ററി സെൻറ്റർ, കാർഡിയോവാസ്കുലാർ സെൻറ്റർ, എല്ലാ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ സെൻറ്റർ നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയാണ് ആണല്ലോ. സോറി. അടുത്തത് പ്രൈമറി വേ ത്രൂ വിച്ച് ദ എയർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി അടുത്ത ക്വസ്റ്റ്യനും റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു അല്ലേ. എവിടെ കൂടിയാണ് നമ്മുടെ എയർ ലീവ് ചെയ്യുകയും എൻറ്റർ ചെയ്യുകയും ലീവ് ചെയ്യുകയും ചെയ്യുന്ന പ്രൈമറി വേ? ഇതെല്ലാവർക്കും കിട്ടും. മൗത്ത് ആണോ, നോസ് ആണോ, ലാറിങ്സ് ആണോ, ഫാരിങ്സ് ആണോ? പ്രൈമറി വേ എവിടെ കൂടെയാണ് എയർ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നത്? യെസ്, നോസിലൂടെയല്ലേ. അതെല്ലാവർക്കും അറിയാം അല്ലേ. റെസ്പിറേറ്ററി സെൻറ്ററിൽ ആൻറ്റീരിയർ ലെയേഴ്സിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നു. നമ്മൾ പഠിച്ചിരുന്നു നോസിലൂടെ ഉള്ളിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് നോസ് കഴിഞ്ഞ് എന്താണ് ഫാരിങ്സ് വരുന്നുണ്ട്, ലാരിങ്സ് വരുന്നുണ്ട്, പിന്നെ ട്രക്കിയ വരുന്നുണ്ട്. ട്രക്കിയ കഴിഞ്ഞിട്ട് 2 ബ്രോങ്കൈ വരുന്നല്ലേ. നോസ് വരുന്നുണ്ട്, നോസ് കഴിഞ്ഞ് ഫാരിങ്സ് വരും, ലാരിങ്സ് വരും, പിന്നെ ട്രക്കിയ. ട്രക്കിയയിൽ നമ്മൾ എന്ത് പഠിച്ചു? സി ഷേപ്ഡ് ഇൻകംപ്ലീറ്റ് റിങ്സ് അല്ലേ, കാർട്ടിലേജനസ് റിങ്സ്. അത് കഴിഞ്ഞ് 2 എണ്ണം ഇതെന്താണ്? ബ്രോങ്കൈ. പിന്നെ കുറേ ബ്രോങ്കിയോൾസ്.
ആണല്ലോ. ഇവിടെ നമ്മുടെ ലങ് വരും. ഈ ബ്രോങ്കിയോൾസിന്റെ അറ്റത്ത് എന്താ ഉള്ളത്? ആൽവിയോളായി. നേരത്തെ ക്വസ്റ്റ്യനിൽ വന്നത് ആൽവിയോളായി എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, ആൽവിയോളായി ഗേഷ്യസ് എക്സ്ചേഞ്ചിന്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഏതിലൂടെയാണ് എയർ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നത്? പ്രൈമറി വേ എന്ന് പറയുന്നത് നോസ് ആണ്. നോസ് കഴിഞ്ഞ് ഫാരിങ്സ് വരുമ്പോൾ ഈ ഫാരിങ്സ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കോമൺ മെമ്പറാ. പിന്നെ ലാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൗണ്ട് ബോക്സ് ആണ് അല്ലേ? നിറയെ കാർട്ടിലേജ് ആണുള്ളത്. ഫാരിങ്സിൽ നിറയെ മസ്കുലാർ ആയിരിക്കും. പക്ഷേ ലാരിങ്സ് വരുമ്പോൾ കാർട്ടിലേജ് ആണ്. നമ്മൾ കുറേ കാർട്ടിലേജ് പഠിച്ചിരുന്നു. തൈറോയിഡ് കാർട്ടിലേജ്, അരറ്റിനോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഓർമ്മിക്കുന്നുണ്ടോ? അങ്ങനെ കുറേ കാർട്ടിലേജസ് ചേർന്ന ലാരിങ്സ് ഓർ സൗണ്ട് ബോക്സ്. പിന്നെ നമ്മുടെ ട്രക്കിയ വരുന്നു. ട്രക്കിയയിൽ സി ഷേപ്ഡ് റിങ്സ് ആണല്ലോ. അതിനുശേഷം ബ്രോങ്കൈ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കൈ ആവുന്നു. അത് ലങ്ങിലോട്ട് കയറുന്നുണ്ട് അല്ലേ? ലങ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്. പിന്നെ ബ്രോങ്കിയോൾസ് ഉണ്ട്. പിന്നെ അറ്റത്ത് ആൽവിയോളായി. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കണ്ടീഷൻ ഇൻ വിച്ച് ലങ്സ് ഡു നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് എയർ. ഇങ്ങനത്തെ ടെർമിനോളജീസ് കുറേ ചോദിക്കുന്നുണ്ട്, ഓരോ കണ്ടീഷൻ്റെയും പേരുകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ലങ്ങിന് ആവശ്യത്തിനുള്ള എയർ, ശ്വസിക്കാൻ ആവശ്യമായി എയർ കിട്ടാത്ത അവസ്ഥയെ എ ചോക്കിംഗ് ആണോ, ബി ആസ്ഫിക്സിയ ആണോ, ബി ഹിക്കപ്സ് ആണോ, വൈൻഡിങ് ആണോ? ഏതാണ്? എയർ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയെ നമ്മൾ എന്താ പറയുന്നത്? ആൻസർ എന്താണ്? ആസ്ഫിക്സിയ. ആൻസർ ആസ്ഫിക്സിയാണ്. ആൻസേഴ്സ് നോട്ട് ചെയ്തോളൂ. ആൻസർ ആസ്ഫിക്സിയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതായിരുന്നു? ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചോക്കിംഗ് ഭക്ഷണം കുടുങ്ങത്തില്ലേ? നമ്മൾ ഭക്ഷണം കുടുങ്ങുന്നെന്ന് പറയില്ലേ? അതാണ് ചോക്കിംഗ്. ഭക്ഷണം നമ്മൾ അറിയാതെ ഈ റെസ്പിറേറ്ററി ട്യൂബിലോട്ട് കയറുന്നു. ശരിക്കും ഭക്ഷണം റെസ്പിറേറ്ററി ട്യൂബിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം സ്വാളോ ചെയ്യുന്ന സമയത്ത് ആരാണ് റെസ്പിറേറ്ററി ട്യൂബ് ക്ലോസ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്നു. എപ്പിഗ്ലോട്ടിസ് ആണല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധ കാരണം ഭക്ഷണം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഭക്ഷണം അങ്ങനെ കുടുങ്ങുന്നതിന് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നു. ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ, ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ, ആസ്ഫിക്സിയ. പിന്നെ ഹിക്കപ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്കളെടുക്കുക എന്ന് പറയില്ലേ? ഡയഫ്രത്തിൻ്റെ ഒരു ഇൻവോളണ്ടറി സ്പാസമാണ്. ഡയഫ്രം പെട്ടെന്ന് ഇങ്ങനെ അറിയാം, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അത് തനിയെ കുറച്ചു നേരം കഴിയുമ്പോൾ മാറും അല്ലേ? അപ്പോൾ ആ ഹിക്കപ്സ് പറയും. പിന്നെ അത് ഡിസീസ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ ഹിക്കപ്സ് പറഞ്ഞാൽ സ്പാസം ഓഫ് ഡയഫ്രം. ഡയഫ്രം അറിയാമല്ലോ അല്ലേ? നമ്മുടെ റെസ്പിറേഷനൊക്കെ സഹായിക്കുന്ന നമ്മുടെ മീഡിയാസ്റ്റിനത്തിൻ്റെ താഴെയുള്ള മീഡിയാസ്റ്റിനൽ ക്യാവിറ്റിയുടെ താഴെയുള്ള ഇതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഒരു സി ഷേപ്ഡ് ഇങ്ങനെ ഇരിക്കും ഡയഫ്രം. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഡയഫ്രം താഴോട്ട് പോവും, എക്സ്പിറേഷൻ്റെ സമയത്ത് ഡയഫ്രം മേളിലോട്ട് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ഡയഫ്രത്തിനെ പറ്റി. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Sudden, involuntary and painful contraction of muscles or groups of muscles. Sudden, involuntary and painful contraction of muscles. സഡൻ ആയിട്ടുള്ളതും ഇൻവോളണ്ടറി ആയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ എന്താ പറയുന്നത്? എ സ്ട്രെയിൻ, സ്പ്രെയിൻ, ക്രാംപ്, ഡിസ്ലൊക്കേഷൻ. എന്താണ്? ഒരു മസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സഡൻ ഇൻവോളണ്ടറി കൺട്രാക്ഷൻ നമുക്കെല്ലാം അറിയാം അല്ലേ? ക്രാമ്പ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ക്രാമ്പാണ്. ഡിസ്ലൊക്കേഷൻ അറിയാമല്ലോ, നമ്മൾ ജോയിൻ്റ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകത്തില്ലേ? അതിൻ്റെ ഒറിജിനൽ പോസ്ചറിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതിന് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. പൊട്ടലുണ്ടതിനെ നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നു. ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും രണ്ടും രണ്ടാണല്ലേ? ഡിസ്ലൊക്കേഷൻ വേറെ, ഫ്രാക്ചർ വേറെ. പിന്നെ നമ്മൾ സ്പ്രെയിനും സ്ട്രെയിനും പറയുന്നു അല്ലേ? ലിഗമെൻറ്റിനൊക്കെ എന്തെങ്കിലും ഇഞ്ചറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രെയിൻ എന്ന് പറയും. പിന്നെ ആ മസിലിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിന് സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ സ്ട്രെയിൻ ഉണ്ട്, സ്പ്രെയിൻ ഉണ്ട്, ക്രാമ്പാണ് കൺട്രാക്ഷൻ. അപ്പോൾ സി ഫോർ കൺട്രാക്ഷൻ ആലോചിച്ചാൽ മതി. സഡൻ, പെയിൻഫുൾ, ഇൻവോളണ്ടറി കൺട്രാക്ഷൻ. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ക്രാമ്പാണ്. സഡൻ ആയിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നല്ല വേദനയോടുള്ള മസിൽ അങ്ങ് കൺട്രാക്ട് ചെയ്തിരിക്കുന്നതിനെ ക്രാമ്പ് എന്ന് പറയുന്നു. ഭയങ്കര വേദന അല്ലേ? ക്രാംസ് നമുക്കറിയാം, മസിൽ ക്രാംസ് വരൂലേ? നമുക്ക് പെട്ടെന്നായിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ നമുക്ക് ഈ ക്രാംസ് വരും, രാത്രിയൊക്കെ മസിൽ ക്രാംസ് വരും. അപ്പോൾ സഡൻ, ഇൻവോളണ്ടറി, ഭയങ്കര പെയിൻഫുൾ കൺട്രാക്ഷൻ ആണ്, അതിനെയാണ് ക്രാമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ.
paleness of skin and mucous membrane either as a result of diminished circulating red blood cells or diminished blood supply. അപ്പോൾ നമുക്ക് നേരെ ബ്ലഡ് കിട്ടാതായിട്ടൊരു ഒരു വെള്ളാമ്പിച്ച അവസ്ഥ എന്ന് പറയില്ലേ, നമ്മൾ ചിലപ്പോൾ പെയിലായിട്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ എന്താ പറയുക, പോയി ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കാൻ, ഹീമോഗ്ലോബിൻ നോക്കാനൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥേനെ എന്താ പറയുക? എ അൾസർ ആണോ, ബി സ്വെല്ലിംഗ് ആണോ, സി പാലർ ആണോ, ഡി റാഷസ് ആണോ? ഇതെല്ലാവർക്കും കിട്ടും അല്ലേ. നമ്മുടെ ഫേസും നമുക്ക് കണ്ണിൻ്റെ താഴെയും വിരലെല്ലാം പിടിച്ച് നോക്കി, ഇപ്പം നഖത്തിൻ്റെ ഇവിടെ നോക്കിയാലോ, കണ്ണിങ്ങനെ താഴോട്ടാക്കി നോക്കിയാലും നമ്മുടെ ഫേസ് തന്നെ ഒരു ഫേസിൻ്റെ കളർ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആകെ ഒരു യെല്ലോയിഷ് പോലെ, യെല്ലോയിഷ് അല്ല, ഒരു കളർ ചേഞ്ച് പോലെ തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കുറവ് കാരണം എന്താണ്, ഒരു പെയിൽനെസ് സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും ഒക്കെ, മ്യൂക്കസ് മെംബ്രെയിനിലും സ്കിന്നിനും ഒരു പെയിൽനെസ് കാണുന്നതിന് എന്താ പറയണത്? ആ പെയിൽനെസ്സിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. പെയിൽനെസ്, പാലർ. പെയിൽനെസ്സിന് എന്താ പറയുക? പാലർ. മറക്കില്ലല്ലോ. ഒരിക്കലും അൾസർ എന്ന് പറയില്ല, സ്വെല്ലിംഗ് എന്ന് പറയില്ല, റാഷസ്. നമുക്കിത് ആ ഓപ്ഷനിൽ നിന്ന് തന്നെ സുഖമായിട്ട് കിട്ടും. പെയിൽനെസ് എന്ന് പറയുമ്പം പാലറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. വോമിറ്റിംഗ് ഓഫ് ബ്ലഡ് ഈസ് കോൾഡ്. ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിന് എന്താ പറയുക? അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് വോമിറ്റിങ്ങിനെ മൊത്തത്തിൽ അനാറ്റമിയിൽ വോമിറ്റിങ്ങിന് ഒരു ടേം പറയും. എന്താണെന്നറിയോ? വോമിറ്റിങ്ങിനെ എമസിസ് എന്നാണ് പറയുന്നത്. എമസിസ് എന്നാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വോമിറ്റിങ്ങിൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് എംസെറ്റ് എന്നൊക്കെ അല്ലേ. വോമിറ്റിങ്ങിനെ പറയുന്നത് എമസിസ് എന്നാണ്. എമസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോമിറ്റിംഗ്. അപ്പോൾ അപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിന് എന്തായിരിക്കും പറയുക? ഹെമറ്റെമിസിസ്. ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിന് ഹീം എന്ന് പറയുന്ന ബ്ലഡ് അല്ലേ. അപ്പോൾ എമസിസ്. അപ്പോൾ വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എമസിസ്. ഓക്കെ, ഇനി ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാം. എപ്പിസ്റ്റാക്സിസ്. എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഫ്രം ദ നോസ്. ബ്ലീഡിങ് ഫ്രം നോസ്. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിനെ നമ്മൾ എന്ത് പറയും? എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിനെയാണ് നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. ഇനി ഹീമോപ്ടൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ സ്പ്യൂട്ടത്തിൽ ഇപ്പോൾ കഫം പുറത്തു പോകുന്നതിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഹീമോപ്ടൈസിസ്. ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നതിന് ഹെമറ്റെമിസിസ് എന്ന് പറയും. ബ്ലഡ് ഇൻ സ്റ്റൂൾ ആണെങ്കിൽ, ബ്ലഡ് ഇൻ സ്റ്റൂളിനെ നമ്മൾ മെലീന എന്നും പറയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചു? ബ്ലഡ് ഓരോ ഭാഗത്തു നിന്നും ബ്ലീഡിങ് ഫ്രം ഓറിഫൈസസ് എന്ന് പറഞ്ഞ കുറേ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് ബ്ലീഡിങ് ഫ്രം നോസ്. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിന് എന്താ പറയുക? എപ്പിസ്റ്റാക്സിസ്. ഇനി നമ്മുടെ സ്പ്യൂട്ടത്തിൽ ബ്ലഡ് കാണുന്നതിന് എന്ത് പറയും? ഹീമോപ്ടൈ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. സ്പ്യൂട്ടത്തിൽ ബ്ലഡ് കാണുന്നതിന് ഹീമോപ്ടൈസിസ്. വോമിറ്റിങ്ങിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ എന്താ പറയുക? നമുക്കറിയാം വോമിറ്റിങ്ങിൻ്റെ ടേം എന്താ? എമസിസ് ആണ്. അപ്പം വോമിറ്റിങ്ങിൽ ബ്ലഡ് കാണുന്നെങ്കിൽ ഹെമറ്റെമിസിസ്. സ്റ്റൂളിലാണ് ബ്ലഡ് കാണുന്നെങ്കിൽ മെലീന എന്നുള്ള വാക്ക് പറയും. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? വോമിറ്റിംഗ് ഓഫ് ബ്ലഡ് എന്തായിരിക്കും? അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയല്ലേ. വോമിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എമസിസ് വരും. എമസിസ് ഓപ്ഷനിൽ ഹെമറ്റെമിസിസ് മാത്രമേ ഉള്ളൂ. ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. അപ്പോൾ ഹെമറ്റെമിസിസ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഓഫ് ബ്ലഡ്. ക്ലിയർ ആണോ? എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. ഹീമോപ്ടൈസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇൻ സ്പ്യൂട്ടം അല്ലേ, ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. അടുത്തത് എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ്. ഇങ്ങനെ കുറേ ടേംസ് നമുക്ക് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് കേട്ടോ. എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ് ഡിസ്യൂറിയ ആണോ, എന്യൂറിയ ആണോ, നൊക്ട്യൂറിയ ആണോ, ന്യൂമറ്റോറിയ ആണോ? എന്താണ്? നമുക്കിപ്പോൾ നൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നൈറ്റിൻ്റെ വാക്ക് ഏതാ? നൊക്റ്റ് എന്ന് വെച്ചാൽ നൈറ്റ് എന്നല്ലേ അർത്ഥം? ഈ ടെർമിനോളജീസിൽ നമ്മൾ അതിൻ്റെ അർത്ഥം തന്നെ നോക്കുക. അപ്പം നൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നൊക്റ്റ് വരണം. ഇവിടെ ഏതാ നൊക്റ്റ് ഉള്ളത്? ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഡിസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? എന്തിൻ്റെ കൂടെ ഡിസ് വന്നാലും എന്താണ്? ഡിഫിക്കൾട്ട് എന്നാണ് അർത്ഥം. ഡിസ് എന്താണ്? ഡിഫിക്കൾട്ട്. ഡിസ് എന്ന് പറഞ്ഞാൽ ഡി ഫോർ ഡി. ഡിസും ഡിഫിക്കൾട്ടാണ്. ഡിസ് എന്താണ്? ഡിഫിക്കൾട്ടാണ് ഡിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ക്ലിയർ ആണോ? അപ്പോൾ നൊക്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ്, ഡിസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട്. അപ്പോൾ ഡിസ്യൂറിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട്, യൂറിനേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്. അന്യൂറിയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആന് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നോ, ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ യൂറിൻ വരാത്ത അവസ്ഥയാണ് അന്യൂറിയ അല്ലെങ്കിൽ അന്യൂറിയ. അല്ലെങ്കിൽ ആൻ വന്നു കഴിഞ്ഞാൽ നിൽ, അവിടെ ഇല്ല. ന്യൂമറ്റൂറിയ.
ന്യൂമറ്റൂറിയ ഒരിക്കലും നൈറ്റിൽ വരുന്നതാവില്ല അല്ലേ. നൈറ്റ് വന്നാൽ നമുക്ക് എന്തായാലും നൊക്റ്റ് വേണം. നൊക്റ്റ് വേണ്ടേ? നൊക്റ്റ് വേണം. അപ്പോൾ ഏതായിരിക്കും ആൻസർ? നൊക്ട്യൂറിയ. എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ് എന്തായിരിക്കും? നൊക്ട്യൂറിയ. നൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ആ നൊക്ട്യൂറിയ തന്നെ എടുക്കാം. എക്സസീവ് അന്യൂറിയ വരൂല, അന്യൂറിയ കുറവായിരിക്കും അല്ലേ. ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും ആൻസർ? നൊക്ട്യൂറിയ ആയിരിക്കും. ക്ലിയർ ആണോ? എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ് ഏതായിരിക്കും? നൊക്ട്യൂറിയ ആയിരിക്കും. ഇനി പെയിൻ വൈൽ സ്വാളോയിങ്, നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് വേദനയുള്ള അവസ്ഥ ഏതാണെന്ന് ഓപ്ഷൻസ് നോക്കാം. ഡിസ്നിയ ആണോ, ഡിസ്ഫേജിയ ആണോ, ഡിസ്പെപ്സിയ ആണോ, ഒഡിനോഫേജിയ ആണോ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഡിസ് എന്ന് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഡിഫിക്കൾട്ട് ആണെന്ന് പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫിക്കൾട്ട് എന്നാണോ? അല്ല. വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണോ? അല്ലല്ലോ. വിഴുങ്ങുമ്പോൾ വേദനയാ, പെയിനാണ് വേണ്ടത്. പെയിനിന് അർത്ഥം എന്താ? പെയിന് ഒഡിനോ എന്നാണ് പെയിനിൻ്റെ വാക്ക്. ഒഡിനോ. പെയിൻ എന്താണ്? ഒഡിനോ. ഇനി സ്വാളോയിങ്ങിൻ്റെ ടേം എന്താ അറിയോ? ഫേജിയ. ഫേജിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാളോയിങ് എന്നാണ് അർത്ഥം. ഫേജിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാളോയിങ്. അപ്പം നമുക്ക് പെയിൻഫുൾ സ്വാളോയിങ്. അപ്പം എന്തായിരിക്കും വേണ്ടത്? ഒഡിനോ ഫേജിയ. ഇനി ഡിഫിക്കൾട്ട് സ്വാളോയിങ്, ഡിസ്ഫേജിയ. അങ്ങനെയാണ് അനാറ്റമിയിലെ ടെർമിനോളജീസ് വരുന്നത്. അനാറ്റമിയിൽ എല്ലാ വാക്കിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അപ്പം ആ അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ കാണാതെ പഠിക്കണ്ട. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ പെയിൻ ആണ്. പെയിൻ സ്വാളോയിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ? ഫേജിയയാണ്. അപ്പോൾ ഇവിടെ ഒഡിനോ ഫേജിയ. ഡിസ്ഫേജിയയുടെ അർത്ഥം എന്താ? ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ്. സ്വാളോ ചെയ്യാൻ, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഡിസ്ഫേജിയ, വേദനയാണെങ്കിൽ അത് ഒഡിനോഫേജിയ. ഇനി ഡിസ്നിയയും ഡിസ്പെപ്സിയും ഉണ്ട്. അതെന്താ നോക്കണ്ടേ? ഡിസ്നിയ എന്തോ ഡിഫിക്കൽട്ടിയാ അല്ലേ. ഡിസ് എന്ന് പറയുമ്പോൾ അത് ഡിഫിക്കൽട്ടിയാണ്. എന്തിനുള്ളയാണെന്നറിയോ? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ്. എന്താണ് ഡിസ്നിയ? ഡിസ്നിയ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. വാട്ട് ഈസ് ഡിസ്നിയ? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഇനി ഡിസ്പെപ്സിയ, ഡിസ് എന്ന് കേൾക്കുമ്പോൾ അതും എന്തോ ബുദ്ധിമുട്ടാന്ന് മനസ്സിലായി. അത് നമുക്ക് മനസ്സിലായി. എന്തിനുള്ള ബുദ്ധിമുട്ടാ? ഡിഫിക്കൽട്ടി ഇൻ ഡൈജഷൻ. ഡൈജഷൻ, ഇൻഡൈജഷൻ ആട്ടാ, ഡൈജഷനിലുള്ള ബുദ്ധിമുട്ട്. ഡിസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ തന്നെ ഇനി ഓർക്കുമല്ലോ എന്താണ്? ഡിഫിക്കൽട്ടി ആണെന്ന് ഓർക്കും അല്ലേ. അപ്പോൾ ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെപ്സിനൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഡൈജഷന് വേണ്ടിയല്ലേ. അപ്പോൾ ഡിസ്പെപ്സിയ എന്ന് വെച്ചാൽ ഡൈജഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്നിയ, ഡിസ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഡിസ്ഫേജിയ എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെയിൻഫുൾ സ്വാളോയിങ് അല്ലേ. അതിൻ്റെ ആൻസർ എന്താണ്? ഒഡിനോഫേജിയ. ഒഡിനോ മീൻസ് പെയിൻ, ഫേജിയ മീൻസ് സ്വാളോയിങ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഡിസ്ചാർജ് ഫ്രം ഇയർ. ഇയറിൽ നിന്നുള്ള ഡിസ്ചാർജിന് എന്താ പറയുക? ഒട്ടാൽജിയ ആണോ, ഡെഫ്നെസ് ആണോ, ടിനിറ്റസ് ആണോ, ഒട്ടോറിയ ആണോ? എന്താണ്? ഒരു വാക്കുണ്ട്, ആൽജിയ എന്ന് പറഞ്ഞാലും പെയിൻ എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ ഒഡിനോ എന്ന് പറഞ്ഞ വാക്കും പെയിൻ എന്നാണ് പറഞ്ഞല്ലേ. ഒഡിനോ, ആൽജിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എയ്ക്ക് എന്ന് പറഞ്ഞാലും പെയിനാണ്. എയ്ക്ക് നമ്മൾ സ്റ്റൊമക്ക്, ഹെഡ് എയ്ക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എയ്ക്ക് എന്ന് പറയാം, ആൽജിയ എന്ന് പറയാം, ഒഡിനോ എന്ന് പറഞ്ഞാലൊക്കെ അർത്ഥം വേദന എന്നാണ്. അപ്പോൾ ഇവിടെ ഒട്ടാൽജിയ ആണോ? ഒട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടെന്ന് പറഞ്ഞാൽ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒട്ടെന്ന് പറയുന്നത്. അപ്പോൾ ചെവിയിലെ വേദനയ്ക്കാണ് ഒട്ടാൽജിയ എന്ന് പറയുന്നത്. ഒട്ടോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയിൽ നിന്നുള്ള ഡിസ്ചാർജ്, ഒട്ടോറിയ. പിന്നെ അറിയാം ഡെഫ്നെസ്, ചെവി കേൾക്കൂടാത്ത അവസ്ഥ. ടിനിറ്റസ്, ഇങ്ങനെ ഒരു മൂളൽ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥ ടിനിറ്റസ് എന്ന് പറയും. അപ്പോൾ ഏതാണ് നമ്മുടെ ഡിസ്ചാർജ് ഫ്രം ദ ഇയർ? ആൻസർ ഏതാണ്? ഒട്ടോറിയ. ക്ലിയർ ആണോ? ഒട്ടാൽജിയ, ആൽജിയ എന്ന് പറഞ്ഞാൽ വേദനയായിരുന്നു, ചെവിയിലെ വേദനയ്ക്ക് ഒട്ടാൽജിയ എന്ന് പറയാം. ഒട്ടോറിയനെ നമ്മൾ ഡിസ്ചാർജ് ഫ്രം ദ ഇയർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് അല്ലേ. സെറിബ്രൽ അക്വിഡക്റ്റ് കണക്ട്സ് തേർഡ് വെൻട്രിക്കിൾ വിത്ത് ലാറ്ററൽ വെൻട്രിക്കിൾ, 2 lateral ventricles, 4th ventricle with lateral ventricle, 3rd ventricle with 4th ventricle. ഏതാണ് സെറിബ്രൽ അക്വിഡക്റ്റ് കണക്ട് ചെയ്യുന്നത്? കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോ അല്ലേ. ക്ലിയർ ആയിട്ട് പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്ര വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെൻട്രിക്കിൾസ്
നമ്മൾ ബ്രെയിനിൽ പഠിച്ചിരുന്നു വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ നമ്മളൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വെൻട്രിക്കിൾസ് പറഞ്ഞാൽ കുറേ ക്യാവിറ്റി അല്ലേ, ആ ക്യാവിറ്റിയിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു ആണല്ലോ. പിന്നെ എന്ത് വെച്ചാണ് ഈ ക്യാവിറ്റി ലൈൻ ചെയ്തിരിക്കുന്നത്? എപ്പെൻഡിമൽ സെൽസ്. അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്യാവിറ്റി ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എപ്പെൻഡിമൽ സെൽസ് വെച്ചാണ്. അങ്ങനെ കൊറോയിഡ് പ്ലെക്സസ് ഉണ്ടാവുന്നു. ഈ കൊറോയിഡ് പ്ലെക്സസ് എന്തുണ്ടാക്കുന്നു? CSF സെക്രീറ്റ് ചെയ്യുന്നു. എത്ര വെൻട്രിക്കിൾസ് ഉണ്ട്? ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്. ലാറ്ററൽ വെൻട്രിക്കിൾ തന്നെ റൈറ്റും ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾ. പിന്നെ ഏതുണ്ട്? തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്. പിന്നെ ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് വെൻട്രിക്കിൾസ് ഉണ്ട്. ആദ്യം ഒരു ലാറ്ററൽ വെൻട്രിക്കിൾസ്. ഈ ലാറ്ററൽ വെൻട്രിക്കിൾസിന് ശേഷം, ലാറ്ററൽ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും, അത് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിൽ റൈറ്റ് ലാറ്ററൽ വെൻട്രിക്കിളും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിളും. ഈ 2 ലാറ്ററൽ വെൻട്രിക്കിൾസിന് ശേഷം ഒരു തേർഡ് വെൻട്രിക്കിൾ വരും. പിന്നെ ഒരു ഫോർത്ത് വെൻട്രിക്കിൾ വരും. അപ്പോൾ ഇത് 2 ലാറ്ററൽ വെൻട്രിക്കിള്, ഇത് ലാറ്ററല്, ഇത് തേർഡ് വെൻട്രിക്കിള്, ഇത് ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിൾസ് ഏതൊക്കെയുണ്ട്? ലാറ്ററൽ വെൻട്രിക്കിൾസ്, അതായത് റൈറ്റും ലെഫ്റ്റും, പിന്നെ തേർഡ് വെൻട്രിക്കിള്, ഫോർത്ത് വെൻട്രിക്കിള്. ഈ ലാറ്ററൽ വെൻട്രിക്കിൾസും തേർഡ് വെൻട്രിക്കിളും, ലാറ്ററൽ വെൻട്രിക്കിൾസിനെ തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാരാ? ഇവിടെയുള്ള ആളാരാണ്? ഫൊറാമൻ ഓഫ് മൊൺറോ. ആരായിരുന്നു? ഫൊറാമൻ ഓഫ് മൊൺറോയാണ് ലാറ്ററൽ വെൻട്രിക്കിളിനെ തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. തേർഡിനെയും ഫോർത്തിനെയും ഇടയ്ക്ക് ഇവിടെയുള്ള ആളാരാ? തേർഡിനെയും ഫോർത്തിനെയും കണക്ട് ചെയ്യുന്ന ആളാരാ? സെറിബ്രൽ അക്യുഡക്റ്റ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തു വെച്ച് നമ്മൾ അതിൻ്റെ ഓപ്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഏരിയാസ് കവർ ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യണം. ഇന്നത്തെ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നോക്കാം. അപ്പോൾ നമുക്ക് കുറേ ഏരിയാസ്, നമുക്ക് റിവിഷനും നടക്കും, നമുക്ക് കുറേ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഇനി എന്തായാലും ഒരു 1-2 മാസമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ കുറച്ച് സമയം, ഒരു 1 hour, ഒരു 1 to 2 hours ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വെറുതെ നോക്കി വിട്ടിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് അതിൻ്റെ ഓരോ ഓപ്ഷൻസ് പഠിച്ച് പോവാം. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ എല്ലാ വെൻട്രിക്കിൾസിൻ്റെ കാര്യം പഠിച്ചു. ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്, അത് റൈറ്റും ലെഫ്റ്റും. പിന്നെ തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്, പിന്നെ ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസും തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഫൊറാമൻ ഓഫ് മൊൺറോയും തേർഡും ഫോർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് സെറിബ്രൽ അക്യുഡക്റ്റും ആണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലൊന്ന് നോക്കിയേ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സെറിബ്രൽ അക്യുഡക്റ്റ് കണക്ട്സ്. ആൻസർ അപ്പോൾ ഏതാണ്? ഇപ്പം ആൻസർ മനസ്സിലായി കാണും അല്ലേ? സെറിബ്രൽ അക്യുഡക്റ്റ് ഏതുമായിട്ടാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. തേർഡ് വെൻട്രിക്കിളിനെ ഫോർത്ത് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ലാറ്ററൽ വെൻട്രിക്കിൾസിനെ തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? ഫൊറാമൻ ഓഫ് മൊൺറോ ആയിരുന്നു. ആണല്ലോ. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബൈൽ പിഗ്മെന്റ്സ് ആർ ഫോംഡ് ഇൻ. ബൈൽ പിഗ്മെന്റ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? ലിവറിലാണോ, ബോൺ മാരോയിലാണോ, റെഡ് ബ്ലഡ് സെൽസിലാണോ? ഓൾ ഓഫ് ദി അബോവ്. എവിടെയായിരിക്കും? ഇത് ക്വസ്റ്റ്യന് പെട്ടെന്ന് കിട്ടും അല്ലേ? ബൈൽ എവിടെയാണ് ഉണ്ടാവുന്നത്? യെസ്, ബൈല് ലിവറിൽ ഉണ്ടായിട്ട് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ബൈൽ പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? ആൻസർ ലിവർ ആണ്. ബൈൽ പിഗ്മെന്റ്സ് ഒക്കെ ബിലിറൂബിനും ബിലിവേർഡിനും ഒക്കെ ഇല്ലേ? ബൈൽ പിഗ്മെന്റ്സ് ഒക്കെ ലിവറിലാണ് ഉണ്ടാവുന്നത്. അത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോ? ഇതിൽ ഓപ്ഷൻസ് ഒന്നും പറയാനില്ലല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ബ്ലീഡിങ് ഫ്രം ദ നോസ്. അതിപ്പോൾ ഇനി പറയത്തില്ല, നേരത്തെ പറഞ്ഞതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ആൻസർ പറയാൻ നോക്കിയേ. ബ്ലീഡിങ് ഫ്രം ദ നോസ് എപ്പിസ്റ്റാക്സിസ് ആണോ, ഹീമോപ്റ്റൈസിസ് ആണോ, മെലീനയാണോ? ഹെമറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൈൽസ് ആണ് അല്ലേ? നമ്മുടെ റെക്റ്റൽ വെയിൻസ് ഒക്കെ ഇങ്ങനെ എൻലാർജ് ചെയ്ത അവസ്ഥയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. മെലീന നമ്മൾ പറഞ്ഞു ബ്ലഡ് ഇൻ സ്റ്റൂൾ, ഹീമോപ്റ്റൈസിസ് പറഞ്ഞു ബ്ലഡ് ഇൻ സ്പ്യൂട്ടം, എപ്പിസ്റ്റാക്സിസ് എന്താണ്? അപ്പോൾ ആൻസർ ഏതാണ്? എപ്പിസ്റ്റാക്സിസ് ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥയാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നു. ഹീമോപ്റ്റൈസിസ് എന്തായിരുന്നു? ബ്ലഡ് ഫ്രം സ്പ്യൂട്ടം അല്ലേ? പിന്നെ മെലീന ബ്ലഡ് ഇൻ സ്റ്റൂൾ. ക്ലിയർ ആണല്ലോ. ഇനി ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. പെട്ടെന്ന് ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു ബോധം പോകുന്ന അവസ്ഥയാണ്. സ്റ്റൂപ്പർ ആണോ, കോമയാണോ, ഫെയിൻറ്റിംഗ് ആണോ, സോംനോളൻ്റ് ആണോ? ഏതാണ്? നമ്മൾ പണ്ടൊക്കെ അസംബ്ലിയിലൊക്കെ ഉള്ളപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് തല ഇറങ്ങി വീഴും അല്ലേ കുട്ടികളൊക്കെ? അപ്പോൾ പെട്ടെന്ന് പക്ഷേ ഒന്ന് വെള്ളം കുടിക്കുകയോ മുഖത്ത് വെള്ളം തെളിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങ് പെട്ടെന്ന് ഉണരുമല്ലോ. അങ്ങനെ ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ബോധം പോകുന്ന അവസ്ഥ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെയിൻറ്റിംഗ് ആണല്ലേ? അപ്പോൾ എന്താണ് ഈ സ്റ്റൂപ്പർ കോമ എന്നൊക്കെ പറയുന്ന അവസ്ഥ?
ഫെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് അവസ്ഥയാണ്. അത് കുറച്ചുകൂടെ നേരം വേണം, അവരെ ഉണർത്താൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടി നമ്മൾ അവരെ വിളിക്കുകയും അവരെ കുറേ ഒരു വെർബൽ റെസ്പോൺസ് വഴി നമുക്ക് അവരെ ഉണർത്താം, പിന്നെ അവർ ചിലപ്പോൾ ആ അവസ്ഥയിലോട്ട് പോകും. അതിനെയാണ് സ്റ്റൂപ്പർ എന്ന് പറയുന്നത്. കോമാവസ്ഥയിലെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ അറൗസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് സ്റ്റൂപ്പറിലിരിക്കുമ്പോൾ അവരെ ദേ ക്യാൻ ബി അറൗസ്ഡ്, പക്ഷെ അവർ പിന്നെയും റിവേഴ്സ് ചെയ്ത് ആ അവസ്ഥയിലോട്ട് പോവാം. പക്ഷേ കോമ സ്റ്റേജിലുള്ള ആൾ അറൗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവരങ്ങനെ കിടക്കുകയായിരിക്കും. അവരെ നമുക്ക് ബോധത്തിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് കോമ. സോംനോളൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പി, നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ, അതിനെയാണ് സോംനോളൻ്റ് എന്ന് പറയുന്നത്. സ്ലീപ്പി അല്ലെങ്കിൽ ഡ്രൗസി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സോംനോളൻ്റ്. സ്റ്റൂപ്പറും കോമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സ്റ്റൂപ്പറിലുള്ള ഒരാളെ നമുക്ക് നോർമൽ അറൗസ് ചെയ്ത് അവരെ വിളിച്ച് അവർ ബോധാവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റും, പിന്നെ അവർ അബോധാവസ്ഥയിലോട്ട് പോവാം. കോമ അബോധാവസ്ഥയിൽ തന്നെയാണ്, അവരെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഫെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ളൊരു അബോധാവസ്ഥയാണ്, പെട്ടെന്ന് തന്നെ അവർ മാറി നോർമൽ സ്റ്റേജിലോട്ട് വരും. അതിനെയാണ് ഫെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് ഫെയിൻറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ കിഡ്നി, നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒക്കെ പഠിച്ചതാ. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്, അതെ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആരാണ്? നമ്മുടെ നെഫ്രോൺസ് ആണ് അല്ലേ. നമ്മൾ നെഫ്രോൺസ് പഠിച്ചില്ലേ? നെഫ്രോൺസ് ആണ്. നെഫ്രോൺസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു ഗ്ലോമറുലസ് ഉണ്ട്, ബോമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പിന്നെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബൂൾ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബൂൾ, കളക്റ്റിംഗ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയിൽ ആരാണ്? നെഫ്രോൺ ആണ്. ന്യൂറോൺ ആണോ? അല്ല, ന്യൂറോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? നെർവ് സെല്ലാണ് അല്ലേ. നമ്മൾ ന്യൂറോൺ പഠിച്ചില്ലേ? ഡെൻഡ്രൈറ്റുകൾ, പിന്നെ സെൽ ബോഡി, പിന്നെ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സൺ, ആക്സണൈറ്റ്, സിനാപ്റ്റിക് ന്യൂബ്യൂൾ. ഓർമ്മ വരുന്നുണ്ടോ ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ? അത് ന്യൂറോൺ നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ടതല്ല, അപ്പോൾ ഇവിടെ വരില്ല. നെഫ്രീഡിയും പ്രോട്ടോ നെഫ്രീഡിയും ഒക്കെ നമ്മൾ ഇൻസെക്റ്റിലൊക്കെ പഠിച്ചു അല്ലേ. അവരുടെ റെസ്പിറേറ്ററി ഓർഗനും അങ്ങനത്തെ അവരുടെ ആക്സസറി ഓർഗൻസ് ആണ്. അപ്പോൾ അതൊന്നുമല്ല, കിഡ്നി വരുന്നത് ഏതാ? നെഫ്രോൺ ആണ്. നെഫ്രോൺസ്. ആൻസർ എന്താണ്? നെഫ്രോൺ, ഓപ്ഷൻ സി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് സെക്രീറ്റ് എനി ഹോർമോൺ? ഇത് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചിരുന്നു, അപ്പോൾ പഠിച്ചതാണ്. ഹോർമോൺ ഒന്നും സെക്രീറ്റ് ചെയ്യാത്തത് ആരാണ്? ഓപ്ഷൻ എ ഓവറി, ഓപ്ഷൻ ബി ടെസ്റ്റസ്, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി സ്പ്ലീൻ. ആരാണ്? ഓവറി ആണോ? ഓവറി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക അല്ലേ. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലാക്സിൻ ഒക്കെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയാന്ന് പഠിച്ചു. ടെസ്റ്റസ് നമ്മൾ പഠിച്ചിരുന്നു, ആൻഡ്രജനും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ, അപ്പോൾ അവിടെ ഹോർമോൺ ഉണ്ട്. പാൻക്രിയാസിൽ നമ്മൾ പഠിച്ചു, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസിലെ ബീറ്റാ സെല്ല് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും, ഗ്ലൂക്കഗോൺ ഉണ്ട്, അപ്പോൾ അവിടെയും ഹോർമോൺ ഉണ്ട്. ഹോർമോൺ ഇല്ലാത്തത് എവിടെയാണ്? സ്പ്ലീനിൽ മാത്രമാണ്. അപ്പോൾ ആൻസർ സ്പ്ലീൻ ആണല്ലേ. അപ്പോൾ ഓവറിയുടെ ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു? ഓവറിയുടെ ഹോർമോൺ ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്, റിലാക്സിൻ ഉണ്ട്. ഇനി ടെസ്റ്റസിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു? ടെസ്റ്റസിൻ്റെത് ആൻഡ്രജൻ ഉണ്ട്, ടെസ്റ്റോസ്റ്റീറോൺ ഉണ്ട്. പാൻക്രിയാസിൻ്റെ ഹോർമോൺ ഏതൊക്കെയായിരുന്നു? ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കഗോൺ ഉണ്ട്. അപ്പം സ്പ്ലീനിന് മാത്രം ഇല്ല. ആൻസർ അപ്പം എന്തായിരിക്കും? സ്പ്ലീനാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് വിച്ച് ഫങ്ഷൻസ് ആസ് ബയോളജിക്കൽ ക്ലോക്ക്. നമ്മൾ പഠിച്ചിരുന്നു, ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, തൈമസ് ആണോ, പീനിയൽ ഗ്ലാൻഡ് ആണോ, അഡ്രീനൽ ഗ്ലാൻഡ് ആണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നമ്മളൊരു പേര് പറഞ്ഞു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? തൈമസ് ആണോ? തൈമസ് ഗ്ലാൻഡിന് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? തൈമസ് അങ്ങ് ഡിജനറേറ്റ് കുഞ്ഞുകാലിലുണ്ടാവും, വലുതാവുമ്പോഴത്തേക്ക് അതങ്ങ് ചെറുതായി പോകും. സ്റ്റേണത്തിൻ്റെ അവിടെ ഉള്ളതാ അല്ലേ, അതങ്ങ് കുഞ്ഞായി പോവും, പിന്നെ അത് ഇതായി പോവും. അത് വലുതാവുമ്പോൾ അങ്ങനെ ഫങ്ഷണൽ അല്ല തൈമസ്. അഡ്രീനൽ എന്തായിരുന്നു? അഡ്രീനൽ ഗ്ലാൻഡിന് കോർട്ടെക്സും മെഡിലയുണ്ട്, കുറേ ഹോർമോൺസ് ഒക്കെ ഉണ്ട്. അതൊന്നും അല്ല ബയോളജിക്കൽ ക്ലോക്ക്. അപ്പോൾ ഏതായിരിക്കും? പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, മറന്നു പോകത്തില്ലല്ലോ. ബയോളജിക്കൽ ക്ലോക്ക് ഏതാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ ആണോ?
അപ്പോൾ ഇന്ന് നമ്മൾ അനാറ്റമി സെക്ഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി നമ്മൾ കുറച്ച് PYQസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സ്ഥിരമായിട്ട് PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്